ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണ, കരുണോ, എന്റെ കരുണ കേട്ടെടുത്തോളം മതിയേട്ടാ. എന്തെന്ന്? അല്ലപ്പാ, അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെന്താ കേട്ട്? കേട്ട കാര്യം തന്നെ അവൻ എനിക്ക് മതിയായി. എന്തല്ലോ തലക്ക് ഭ്രാന്ത് കിട്ടിയ പോലെ ആയേട്ടാ. നിങ്ങൾ കാര്യം പറ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. നമ്മൾ ഇനി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല കരുണ. ഇനി ഒട്ടും അങ്ങോട്ട് പോകാതെ നല്ലേ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. എല്ലാം എന്താ നിങ്ങളിങ്ങനെ വേണ്ടാത്ത കാര്യം ചിന്തിക്കല. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ നമുക്കെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്നില്ല അമിത. നിങ്ങളിങ്ങനെ ബേജാറല്ല. ബേജാറാകാണ്ട് ഒരു പോവാ കരുണ. നീ ഇപ്പം കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? ഞാൻ ഈ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയും നിനക്കതാ സമൂഹത്തിൽ ഇറങ്ങാനേ പറ്റുന്നില്ല കേട്ടാ. ഒട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ വളച്ചേട്ടന്റെ കാര്യത്തിലേക്ക് വന്നു സംഭവം പറ. ആറാളെയാ പോലും കടിച്ചു. ആര്? മറ്റാര്? കുറുക്കനല്ലാണ്ട്. നായി പോയി കുറുക്കനായി. നമ്മൾ പണ്ട് മിന്നിയും കേട്ടിന കരുണ കുറുക്കന്റെ കടി. ഇപ്പൊ നായിന്റെ കടി എന്നല്ലേ കേട്ടിട്ടുള്ളൂ. ഇപ്പം കുറുക്കനും നാട്ടിൽ വന്നിട്ട് കടിക്കാൻ തുടങ്ങി. എല്ലാം എന്താ നിങ്ങളെന്താ നീ പറയുന്നത്? ആര്യ കടിച്ചേ? ആര്യ കടിക്കാത്ത കൊറേണത്തിനെ കടിച്ച്. നീ പേപ്പർ നോക്കിയില്ലേ? പേപ്പറിലുണ്ടല്ലോ ആശുപത്രിയിൽ ഇങ്ങനെ കടക്കയിൽ കടന്നിട്ട് കാര്യം നീട്ടിയിരിക്കുന്നു. എല്ലാം അത് കുറുക്കൻ കടിച്ചിട്ടേനോ? പിന്നെന്നാ? ഞാൻ ശരിക്കും പത്രം വായിച്ചിട്ടില്ലേനപ്പാ. ഞാൻ വിചാരിച്ച നായി കടിച്ചാന്നല്ലേ. എല്ലാം കുറുക്കൻ കഴിച്ചാന്ന്. കരുണ, എങ്ങനെയാ നമ്മൾ ധൈര്യപ്പെട്ട് നിന്റെ വീട്ടിലെല്ലാം വരുവാ? ഇനി എന്തെങ്കിലും അറിയാൻ പറ്റുവാ? നാട്ടുവിശേഷം വീട്ടുവിശേഷമെല്ലാം വീട്ടിൽ തന്നെ ആയിരിക്കും നമ്മളുണ്ടാവുക. എന്റെ അമിത, പണ്ടല്ലേ പൂച്ച മാന്തി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കേസേ ഉള്ളൂ. അല്ല, മാന്തി എടുത്തിട്ട് നമ്മള് ചുണ്ണാമ്പെല്ലാം തേച്ചിട്ട് അങ്ങനെ ഉണക്കലല്ലേ? എനിക്ക് വെണ്ണീര് വെക്കും അല്ലെ ചുണ്ണാമ്പ് വെക്കും, ഇങ്ങനെയല്ലേ നമ്മൾ ഉണക്കല്. പിന്നെ നായ്ക്കൾ കടിക്കാൻ തുടങ്ങി. അല്ല, വീട്ടിലെ നായ്ക്കള് മാത്രം മതിയാ? രണ്ടു തരത്തിലുണ്ടല്ലോ നായ്ക്കള്. വീട്ടിലെ നായ്ക്കളുണ്ട്, തെരുവ് നായ്ക്കളുണ്ട്. അതെ, ഈ തെരുവ് നായ്ക്കല്ലേ കുഴപ്പോ? അവിക്കളി പിരാന്ത്. എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ടാ വിഷമം. അല്ല, എനിക്ക് നടുവിന് സുഖമില്ലല്ലോ. അഥവാ കുറുക്കനായിട്ട് കടിക്കാൻ പറ്റണ നീ ഇങ്ങനെ ഓടുവാ, ഓടി രക്ഷപ്പെടുവാ. ഈ രണ്ടിലും സംഭവം എല്ലാം തീരുന്ന വിചാരിച്ചേ. ഇപ്പൊ എന്താ വന്നിട്ടാ പുതിയ സംഭവം കൂടി വന്നില്ലേ? എന്ന് കീരിയും കടിക്കാൻ തുടങ്ങിയിട്ട് പോലും. അത് നീ പറഞ്ഞ നേരിയാ. തലങ്ങും വിലങ്ങും പാച്ചിലല്ലേ കീരികള്. പിന്നെ ഒരു പേടി ഇല്ലാണ്ടല്ലേ വീട്ടിന്റെ മുറ്റത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നിട്ടാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, നമ്മളെ തെക്കേലെ രാജന്റെ വീട്ടിൽ പോണെങ്കിൽ ആ കുന്നുംപുറം കയറിയിട്ട് വേണ്ട പോണെങ്കിൽ അതിലൂടെ പോകുമ്പോണ്ട് മോനെ ഒരു ഫാമിലി പോലെയല്ലേ ഇത് ഓടുക. പക്ഷെ ഞാനുണ്ടല്ലോ കരണ ഐറ്റല് എറിഞ്ഞോടിക്കലൊന്നുമില്ല കേട്ടാ. നിങ്ങൾക്ക് അതിനെ ഭയങ്കര ഇഷ്ടാ. ഞാൻ എനിക്കൊരു ഇക്കുമത്ത് പറഞ്ഞേരട്ടാ. അതെന്ത് ഇക്കുമത്താന്ന്? കീരിയുള്ളടുത്ത് പാമ്പുണ്ടാവില്ല. നേരാ? നീ പണ്ടേ കേട്ടിട്ടില്ലേ കരുണ? കീരിയും പാമ്പും. അത് കേട്ടിട്ടുണ്ട്. അവര് തീരെ ലോകിത്തിലല്ല. അവര് അന്നും ഇന്നും ശത്രുതയിലാന്ന് തന്നെ. അതെനിക്കറിയില്ലേ. കീരി പൊരക്കെ പറമ്പത്തൂടെ ഓടുമ്പോ പാമ്പൊട്ടുണ്ടാവില്ലല്ലോ. പാമ്പാടുന്ന് പോയിക്കോളും. ഈ കീരി പരക്കെ പായുന്ന എന്തിനാ? പാമ്പിനെ നോക്കിട്ടാ പായുന്നു. അതെയാ? അങ്ങനെയാണെങ്കിൽ പാമ്പിന്റെ കടി കൊള്ളാണ്ട് രക്ഷപ്പെടാല്ലേ? പിന്നെന്താ? കീരിന്റെ കടി കിട്ടിയാലും പാമ്പിന്റെ കടിയല്ലേ കുഴപ്പോ? പിന്നെ കീരിന്റെ കടി കിട്ടിയാലും നമുക്ക് വീട്ടിലും കത്താം. പാമ്പിന്റെ കടിയേറ്റിന്റെ വീട്ടിൽ